അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ്. ഒത്തിരി ലേറ്റായി പോയി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകാനൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈദ് ഷോപ്പിംഗ് വ്ളോഗ് ഇടാനായിട്ടും ലേറ്റായി പോയി. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് മൊബൈലിലുള്ള നെസ്റ്റോയിലാണ് കേട്ടോ. അപ്പോൾ നെസ്റ്റോ ബർക്കയിലും ഉണ്ട്, പിന്നെ മൊബൈലിൽ ഇത്തിരി കുറച്ചുകൂടി വലിയ നെസ്റ്റോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം മൊബൈലിൽ നെസ്റ്റോയിൽ നോക്കാമെന്ന് കരുതി. അപ്പോൾ ഈയൊരു ആണുങ്ങളുടെ ഷർട്ടൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനത്തെ മോഡലാട്ടോ മിക്ക കടകളിലും കാണുന്നത്. പക്ഷേ ഇത് ഭയങ്കര എന്താ പറയുക, ചൂടത്തൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണല്ലോ, ഇത് കിട്ടി കഴിഞ്ഞാൽ വിയർത്ത് ഒരു മാതിരി ആവുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫവൽക്കാർക്ക് പറ്റിയൊരു ടൈപ്പ് ഷർട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിത് ആ കുട്ടികൾക്ക് പറ്റിയതാണ് നോക്കുന്നത്. ഇത് ഇപ്പോൾ 2 റിയാലിന് ജസ്റ്റ് വെറുതെ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ കുട്ടികൾക്ക് വെറുതെ വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ട് സാധാരണ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ഉടുപ്പ് നോക്കുന്നത്, വീട്ടിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്ര റേറ്റ് ഇല്ല, കാണാനും പുറത്തേക്ക് ഇടാനും പറ്റിയ ഒരു മോഡലാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളിന് നല്ലതിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവർ അത് നാശമാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ളവരിനോട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ ഞങ്ങൾ എടുത്തത് യെല്ലോ കളറാട്ടോ, ഗ്രീനും യെല്ലോയും 2 റിയാലേ വരുന്നുള്ളൂ കേട്ടോ അതിന്. അപ്പോൾ 2 ആൾക്കും കൂടിയിട്ട് യെല്ലോ കളർ എടുത്തു. എപ്പോഴും വലുതുണ്ടെങ്കിൽ അതിൻ്റെ ചെറുതും കൂടി ഞങ്ങൾ നോക്കൂട്ടോ. 2 ആൾക്കും സെയിമാണ് എപ്പോഴും എടുക്കാറുള്ളത്. പിന്നെ ഈ മാത്രമല്ല, നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഈ ഷർട്ടും പാൻറ്റും മാത്രമാണ്, ജീൻസ് അല്ലെങ്കിൽ പാൻറ്റ് ടൈപ്പ് ഏതെങ്കിലും മോഡൽ ഡ്രസ്സുകളാണ് ഞാൻ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമല്ലോ, ഉടുപ്പ് കുറേ ആയല്ലോ എടുത്തിട്ടെന്ന് വിചാരിച്ചിട്ട് ഇത്തവണ ഉടുപ്പുമേൽ കാണിട്ട് എൻ്റെ നോട്ടം. എനിക്ക് 2 വയസ്സല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും നാട്ടിലേക്ക് പോകാറായല്ലോ എന്ന സ്ഥിതിക്ക് നാട്ടിലേക്കും കൂടെ ചെറിയൊരു പർച്ചേസിങ് ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ട് കേട്ടോ. പെങ്ങളെ മോൻക്ക് ഒരു ഷർട്ടും പാൻറ്റൊക്കെ നോക്കുന്നുണ്ട്. കുറേ ഡ്രസ്സ് അവർ ഓഫർ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ജോഗറിൻ്റെ പാൻറ്റൊക്കെ ഉണ്ടല്ലോ, നല്ല എല്ലാ കളറും ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് 2 വയസ്സിൻ്റെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അവനക്ക് പറ്റിയതൊക്കെ ഇങ്ങനെ സെലക്ട് ആക്കലാണ് കേട്ടോ. സോഫ്റ്റ് തോന്നില്ലേ, കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഈ ഒരു വൈറ്റ് ഷർട്ട് ഞങ്ങൾ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പ്രത്യേകിച്ചും ഈ വൈറ്റ് കളർ ഷർട്ടും ടീഷർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റിന് കോംബോ ആയിട്ട് വരുന്നത് വൈറ്റ് ഷർട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റിലെ ബ്ലാക്ക് ആയിരിക്കും ഞങ്ങൾ എടുത്ത പാൻറ്റിന് കറക്റ്റ് വരാട്ടോ. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് ഷർട്ട് തന്നെ എടുത്തു. കുറച്ച് വലുത് നോക്കി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ പാകില്ലെങ്കിലും വലുതായി കഴിഞ്ഞാലെങ്കിലും ഇടാമല്ലോ. പിന്നെ ഇങ്ങനത്തെ മോഡൽ ടീഷർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, ജസ്റ്റ് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഞങ്ങൾ നോക്കി, ഇതിനൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. ഇത് വാങ്ങിയില്ലേ ഇല്ലേ? ഈ കളർ പാൻ്റാണോ? ബ്ലൂ. അപ്പം ഇത്തവണ പെരുന്നാളിന് ഞാൻ ഡ്രസ്സ് എടുക്കണില്ല കേട്ടോ. പക്ഷേ എന്തായാലും പെരുന്നാളിന് നമ്മൾ ഒരു പുതിയത് ഇടണമല്ലോ. അപ്പോൾ കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധാരണ ഒരു പാൻറ്റും ടോപ്പും എടുക്കാമല്ലോ വീട്ടിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയതാട്ടോ. നമ്മൾ എന്തായാലും നാട്ടിൽ പോകാൻ ടൈമായി തുടങ്ങിയല്ലോ. അപ്പോൾ നാട്ടിൽ പോണ ടൈമിൽ എനിക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുക ആ ടൈമിൽ എനിക്ക് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പം ഞാൻ എടുക്കാത്തത് കേട്ടോ. എത്ര എടുക്കൂല എന്ന് പറഞ്ഞാലും നമ്മളെ ഭാഗത്തേക്കൊന്ന് നോക്കാണ്ട് എന്തായാലും പോകൂല അല്ലേ. എന്തായാലും നമ്മളെ ഡ്രസ്സ് നമ്മൾ നോക്കിയിരിക്കും എത്ര എടുക്കൂല എന്ന് പറഞ്ഞാലും. അപ്പോൾ ഇങ്ങനെ ഞാൻ ചുരിദാറും പാൻറ്റും കൂടി വരുന്ന ഒരു മോഡൽ ഷാളും എല്ലാം കൂടിയതാണ് കേട്ടോ. ഇതൊക്കെ ഓഫറിന് ഇട്ടിരിക്കണം കേട്ടോ. 8 റിയാലിൻ്റെ 4 റിയാൽ അങ്ങനെ 0.5% ഒക്കെ റേറ്റിന് ഇട്ടിരിക്കണതാണ്. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തൊന്നുമില്ല കേട്ടോ, അങ്ങനെ അവിടെ വെച്ചു. പിന്നെ ഈ ഒരു യെല്ലോ ടീഷർട്ട് നല്ല ഇഷ്ടമായിട്ട് ഞങ്ങൾ നല്ല കരിനീല ജീൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽക്ക് ഈ യെല്ലോ ടീഷർട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊരെണ്ണെടുത്തു. ഈ ഒരു ഉടുപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഓഫ് വൈറ്റ്, അതായത് ക്രീം കളർ ഉടുപ്പും മേലെ ഓവർകോട്ടായിട്ട് റെഡും കൂടി വരുന്നത്. പക്ഷേ അതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 10 റിയാലോളം ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 2000 രൂപയോളം വരും ഈ ഒരു ഉടുപ്പിൻ്റെ റേറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ഭംഗി കണ്ടപ്പോൾ അങ്ങനെ വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. പക്ഷേ റേറ്റ് കുറവാണെങ്കിൽ ഞാനിത് എടുത്താൽ എനിക്ക് നല്ല ഇഷ്ടമായി. എടുക്കുമ്പോൾ ഒരു ഉടുപ്പായിട്ട് എടുക്കാൻ പറ്റില്ല, 2 ആൾക്കും സെയിം ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ പിന്നെ അത് 20 റിയാലോളം വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് എടുക്കണ്ടെന്ന് അങ്ങനെ അവിടെ തന്നെ വെച്ചുട്ടാ. പിന്നെ ഇത് ഫീഡിങ് കുർത്താണ് കേട്ടോ, നല്ല 2 സൈഡിലും സിബൊക്കെ വരുന്ന നല്ല ഫീഡിങ് കുർത്ത തന്നെയാണ്. നമുക്കിങ്ങനെ ഈ ഫീഡ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണല്ലോ ആവശ്യം. അങ്ങനത്തെ ഒക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ഇറിറ്റേഷനൊക്കെ ഇല്ലാത്തൊരു മോഡൽ. കുട്ടികളെ എടുക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് പറ്റിയ സാധാരണ കുർത്തകൾ, കുറച്ച് വർക്കൊക്കെ വരുന്ന കുർത്തകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു നെസ്റ്റോയിൽ വള, മാല, കമ്മൽ അങ്ങനത്തെ ഒക്കെ സ്റ്റേഷനറി സാധനങ്ങളുടെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ബർക്കയിലത്തെ നെസ്റ്റോയിലൊന്നും ഇത്രയ്ക്കൊന്നുമില്ല, ചെറിയൊരു
ഭാഗത്ത് മാത്രമേ ഈ വള മാല അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ. ഇവിടെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള വളകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കമ്മലുണ്ട്, നല്ല രസമുണ്ടല്ലോ. എനിക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ കുറച്ച് പാർട്ടി വയർ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിന് സ്യൂട്ടാവുന്ന ഒരു കമ്മലാണ്. $1 കേട്ടോ, $1 800 പൈസ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എനിക്കിത് ഇഷ്ടമായി, കാരണം നമ്മൾ എപ്പോഴെങ്കിലും വല്ല കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒരെണ്ണെപ്പോഴും ഉള്ളത് നല്ലതാണല്ലോ. നമ്മൾ നല്ല എന്താ പറയുക പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു കമ്മലൊക്കെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെ അതൊരെണ്ണം എടുത്തിട്ട് ഞാൻ പിന്നെ ഈ ഒരു കമ്മലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. അങ്ങനെ എല്ലാം കൂടെ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ജസ്റ്റ് കാണിച്ചത്. ഇതിന് $1 200 പൈസ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഈ കമ്മൽ നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ കമ്മലൊക്കെ വെറൈറ്റി കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല രസമുള്ള കമ്മലാണ്. അപ്പോൾ മറ്റേ കമ്മൽ ഞാൻ എടുത്തു, എല്ലാ കമ്മലും കൂടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ജീൻസിനും ടോപ്പിനൊക്കെ പറ്റി നല്ല ഭംഗിയുള്ള മാലകളുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ ഇത് ഈ വീഡിയോ എടുക്കുന്നത് മോളാട്ടോ, ഞാനല്ല. പിന്നെ എനിക്ക് ക്രാബ് ആവശ്യമുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ക്രാബ് പൊട്ടി. പൊതുവേ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ക്രാബ് വാങ്ങലില്ല കേട്ടോ. ഇതുപോലെ അത്യാവശ്യം കയ്യിലുള്ളത് പൊട്ടുമ്പോഴാണ് ഇവിടെ നിന്ന് വാങ്ങുക. കാരണം വെച്ചാൽ നമുക്ക് നാട്ടിൽ ഇഷ്ടം പോലെ ക്രാബ് 10-20 രൂപ കൊടുത്താൽ കിട്ടും. നല്ല ഭംഗിയുള്ള ക്രാബുകൾ തന്നെ കിട്ടും. ഇവിടെ ക്രാബിനൊക്കെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഞാനിവിടെ നിന്ന് അങ്ങനെ വാങ്ങലില്ല. അത്യാവശ്യം വേണമെങ്കിൽ മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, പക്ഷേ ഇതൊരു 10-11 വയസ്സുള്ള കുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഫൈഹാക്ക് പറ്റുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഫൈഹാക്ക് കിട്ടിയാലും ഇതുപോലത്തെ അക്കുലോന് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇതിങ്ങനെ ജീൻസിൽക്ക് കമ്പയർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഒന്നും അവിടെ നിന്ന് എടുത്തില്ല, എടുത്ത ഐറ്റംസൊക്കെ കണ്ടല്ലോ, അതൊക്കെ തന്നെ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അതായത് കുട്ടികൾക്ക് ഒരു ജോഡി ഡ്രസ്സും പിന്നെ ആസിമിനും കേട്ടോ, അതായത് പെങ്ങളെ മോനക്ക് മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, അസ്തമനം തുടങ്ങി, നമ്മൾ 6:30 തുടങ്ങി. നല്ല ഭംഗിയുണ്ടല്ലേ, ശരിക്കും സൂര്യൻ അടുത്ത് നിൽക്കണ പോലെ തോന്നിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം വന്നത് മാർക്ക് ആൻഡ് സേവിലാണ് കേട്ടോ. ബർക്കയിലുള്ള മാർക്ക് ആൻഡ് സേവിൽക്കാണ് വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ പർദ്ദകളൊക്കെ നോക്കാണ് കേട്ടോ. ഇവിടെ നെസ്റ്റോയുടെ ഷോപ്പ് തന്നെയാണ്, പക്ഷേ നെസ്റ്റോനെ അപേക്ഷിച്ച് ഇവിടെ കുറച്ചും കൂടെ റേറ്റ് കുറവാട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ കുറച്ചും കൂടി അധികം ഉണ്ട് ഇവിടെ, കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞിട്ട് നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പും കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ഞാനിങ്ങനെ ടോപ്പുകളൊക്കെ ഇങ്ങനെ കുറേ പരിധി നടന്നു. ഇവിടെ നല്ല കോഡ് സെറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. റേറ്റ് കുറവിനുള്ള കോഡ് സെറ്റ് കിട്ടണമെങ്കിൽ പിള്ളേർക്കും എനിക്കും എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയതാണ്, പക്ഷെ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ലുലുവിലേക്ക് വന്നു. ലുലുവിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിട്ടാണ് കുട്ടികൾ. പക്ഷേ ഇത്തവണ ബൈ 2 get 1 ഫ്രീ ആയതുകൊണ്ട് ഒരു വില ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നമ്മൾ എടുക്കുന്ന ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സെക്ഷനിലുള്ള ഡ്രസ്സുകൾക്ക് അത്ര റേറ്റ് ഇല്ല. ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിങ്ക് കോമ്പിനേഷൻ വരുന്നതും ഈ ഗ്രീൻ ബനിയനും പിന്നെ നല്ല ജീൻസുകളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത്തവണ എൻ്റെ കണ്ണ് മൊത്തം ഉടുപ്പിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഉടുപ്പിൻ്റെ എല്ലാ സെക്ഷനും അഴിച്ച് പറക്കി നോക്കിയിട്ടാണ്. കാരണം ഞാൻ എപ്പോഴും ജീൻസും ഷർട്ട് അങ്ങനത്തെ തന്നെ കൂടുതൽ എടുക്കാറ്. അപ്പോൾ ഇത്തവണ ഉടുപ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് പാൻറ്റൊക്കെ വരുന്ന മോഡൽ ഉടുപ്പാട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 7,900, അത് $8 ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത്തവണ നല്ല റേറ്റ് ഉണ്ട് ഉടുപ്പുകൾക്കൊക്കെ. അപ്പോൾ അവിടെ നിന്ന് സെറ്റ് ആവേണ്ടപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് തന്നെ വന്നിട്ട് ഈ കാണുന്ന ഇതിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. $5, $4 അങ്ങനത്തെ ഒക്കെ റേഞ്ചിലുള്ള ഡ്രസ്സുകളുണ്ട്. ഈ ഒരു പീച്ച് കളർ ഉടുപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, അതിൻ്റെ ഗ്രീനും ഉണ്ട് കേട്ടോ. കാരണം ആ ഡമ്മി ഇട്ട് വെക്കണാണ്ടില്ല, സിമ്പിൾ ഉടുപ്പ്, ഒരു വർക്കോ ഒന്നുമില്ലാണ്ട് നല്ല കുട്ടികൾ നല്ല കംഫർട്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇഷ്ടമായിട്ട് ഫൈഹാക്ക് അങ്ങനെ വെച്ച് നോക്കല കേട്ടോ. കാരണം എനിക്ക് ആ കളർ നല്ല ഇഷ്ടമായി. ഫൈഹാക്ക് അങ്ങനത്തെ ഒരു കളർ കയ്യിലില്ല. ഫ്രോക്കൊക്കെ ആയിട്ട് ഇളക്കിട്ട് ആഗ്രഹം ഉണ്ടാവില്ലേ? ഓർഡർ ചെയ്യാ ടോപ്പ്. ഇതിങ്ങനെ അങ്ങനെ ആ ഉടുപ്പ് ഇട്ട് നോക്കിയപ്പോൾ ഫവൽക്കാക്ക് അത് ഇഷ്ടമായില്ല കേട്ടോ. ഫവൽക്കാരുടെ അഭിപ്രായത്തിൽ മുട്ട് വരെയുള്ള ഉടുപ്പ് ഫവൽക്കാക്ക് ഇഷ്ടമില്ല. അത് പാൻറ്റ് ഇട്ടിട്ടുന്ന ഉടുപ്പാന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ ചുരിദാർ ഇടുന്ന പോലെയാണ് ഉടുപ്പ് ഫവൽക്ക് കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവരെ കാല് ഭയങ്കര മെലിഞ്ഞിട്ടാണല്ലോ, അപ്പോൾ ഉടുപ്പ് വൃത്തി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മുട്ടിന് കീപ്പിട്ട് കറക്കുള്ള ഉടുപ്പ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ലാവൻഡർ ബ്ലൂ കളർ കണ്ടപ്പോൾ ഞാനങ്ങനെ അത് ഇട്ട് നോക്കി, വെറുതെ ഇങ്ങനെ ജസ്റ്റ് ആ കളർ കണ്ടപ്പോൾ ഇട്ട് നോക്കിയാൽ കേട്ടോ. അതെനിക്ക് കുഴപ്പം തോന്നിയില്ല. മുട്ടിന് താഴേക്ക് ഇറക്കമുണ്ട്. ഫവൽക്ക അത് ഓക്കെ എന്ന് പറഞ്ഞു. ആ യെല്ലോ കളറും എനിക്ക് ഇഷ്ടമായതായിരുന്നു കേട്ടോ. പക്ഷേ യെല്ലോ കളർ അവൾക്ക് നല്ല ലൂസാണ്. ഈ പറഞ്ഞാൽ വണ്ണം കുറവായ കാരണം കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഒടുവിൽ ആ ലാവൻഡർ ബ്ലൂ തന്നെ എടുത്തു കിട്ടാം.
പിന്നെ ഇതാ ഫവൽക്കാക്ക് ഈ ഒരു ഷർട്ട് നല്ല ഇഷ്ടമായി, പിന്നെ ഇതും നല്ല ഇഷ്ടമായിട്ടാണ്. പക്ഷെ എടുത്തില്ല, ഫവൽക്ക് ഇപ്രാവശ്യം ഷർട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ നാട്ടിലും പോക്കൊക്കെ അടുത്തോണ്ട് തന്നെ ഡ്രസ്സൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബൈ 2 get 1 ഫ്രീ ആയതുകൊണ്ട് തന്നെ അവരുടെ 2 ഉടുപ്പിന് ഒരെണ്ണം ഫ്രീ ആയിട്ട് ഏതെങ്കിലും എടുക്കാം. അപ്പോൾ ഫവൽക്ക് പറഞ്ഞു നീ എന്തായാലും എടുത്തോ, നീ നാട്ടിൽ പോകണമല്ലേ എന്നുള്ളതിൽ ഞാനങ്ങനെ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ബൈ 2 get 1 ഫ്രീ ആയ സ്ഥിതിക്ക് എന്തായാലും ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ടോപ്പുകളൊക്കെ അങ്ങനെ നോക്കാം കേട്ടോ. ഈ ഒരു ഗ്രീൻ കുർത്തി എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് നമ്മളേതായിട്ടൊരു ചോയ്സ് ഉണ്ടാവില്ല, അങ്ങനെ എനിക്ക് ഇഷ്ടമായിട്ട്. പക്ഷേ ഇതിന് 3,900 ഉള്ളൂ, 4 റിയാലോളം. പക്ഷേ ബൈ 2 get 1 ഫ്രീ പ്രകാരം എനിക്ക് 6 റിയാൽ വരെയുള്ള ഒരു ടോപ്പ് എടുക്കാം കേട്ടോ. കാരണം കുട്ടികളെ ഡ്രസ്സിന് 6 റിയാൽ, ഒരാൾക്ക് 6 റിയാൽ, 2 ആൾക്ക് ഇപ്പോൾ 12 റിയാലോളം ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വില കൂടിയ ടോപ്പ് നോക്കി എടുക്കാം കേട്ടോ. കാരണം നമ്മൾ മാക്സിമം മുതലാക്കണമല്ലോ. എനിക്ക് 6 റിയാൽ വരെയുള്ള ടോപ്പ് കിട്ടുന്ന സ്ഥിതിക്ക് ഞാൻ 7 റിയാൽ 900 പൈസ ഒരു ടോപ്പ് എടുത്തു കിട്ടാം. അപ്പോൾ അത് പ്രകാരം നമ്മൾ 1 റിയാൽ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വന്നല്ലോ. എന്നാലും ഞാൻ മാക്സിമം ബൈ 2 get 1 അത് ഞാൻ മാക്സിമം മുതലാക്കി. പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല, ഒരുപാട് ലേറ്റായി പോയിട്ട്. വെറുതെ പാവകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ. ഇതൊക്കെ മാർക്ക് ആൻഡ് സേവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എൻഡിങ് പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്നുമില്ല. അപ്പോൾ മാർക്ക് ആൻഡ് സേവിൽ നിന്ന് ഞാൻ എടുത്തൊരു വീഡിയോയുടെ ഒരു പോർഷൻ എടുത്തിട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.